മിനിസ്ട്രി അവതരിപ്പിക്കുന്ന ദി അവർ ഓഫ് ഹോപ്പ് എന്ന ഈ ബൈബിൾ ക്ലാസ്സിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. എല്ലാ ആഴ്ചകളിലും നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ദൈവവചനവുമായി കടന്നു വരുന്നതിനും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും സാധിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായി ഞങ്ങൾ കണക്കാക്കുന്നു. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായി ഞങ്ങൾ വിശ്വസിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. ഈ പ്രോഗ്രാം കണ്ടതിന് ശേഷം ഞങ്ങളെ വിളിച്ച് പലരും പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെടുന്നുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം ആത്മീയ ജീവിതത്തിന് പ്രചോദനകരമാകുന്നുവെന്ന് പലരും ഞങ്ങളെ അറിയിക്കാറുണ്ട്. അങ്ങനെയുള്ളതായ നിങ്ങളുടെ എഴുത്തുകളോ ഫോൺ കോളുകളോ ഒക്കെ ഞങ്ങൾക്ക് പ്രോത്സാഹനകരമാണ്. തുടർന്നും വിളിക്കുവാൻ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ വിളിച്ച് പ്രാർത്ഥനയ്ക്ക് പറഞ്ഞിട്ടുള്ളവർ ദൈവം പ്രാർത്ഥന കേൾക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ആവുന്നു നിങ്ങൾ വിളിക്കുന്നത് എന്ന് എനിക്കറിയാം. ഞങ്ങൾ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരുമ്പോൾ ആ വിവരവും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ഏതെങ്കിലും പ്രോഗ്രാമിൻ്റെ VCD ആവശ്യമുള്ളവർ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളത് അയച്ചു തരാൻ ശ്രമിക്കാം. ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി റോമലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം നമുക്ക് വായിക്കാം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അനേക മനുഷ്യരുടെ, പ്രത്യേകിച്ച് അനേക വിശ്വാസികളുടെ ജീവിതത്തിലെ ഒരാഗ്രഹമാണ് ദൈവത്തിൻ്റെ തങ്ങളെപ്പറ്റിയുള്ള പൂർണ്ണമായ ഹിതം തിരിച്ചറിയണമെന്ന്. എന്നാൽ പലരും അതിന് പല കുറുക്കു വഴികളും നോക്കാറുണ്ട്. അതിന് പ്രത്യേക സിദ്ധിയുള്ള അല്ലെങ്കിൽ പ്രത്യേക വരമുള്ള ആളുകളുടെ അടുക്കിലേക്ക് ചെന്നാൽ അവർ തങ്ങളെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ ആലോചന മുഴുവൻ അറിയിക്കും. തങ്ങൾക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയും എന്നൊക്കെ അനേകരും വിശ്വസിക്കുന്നു. ചിലർക്ക് ചില സന്ദർഭങ്ങളിൽ ദൈവം അതിനുള്ള കഴിവ് കൊടുത്തു എന്ന് വരാം. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങുമിങ്ങും ഓടി നടന്ന് ഏതെങ്കിലും വ്യക്തികളിൽ നിന്നും ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുന്നതിന് വേണ്ടിയല്ല ഒരുങ്ങേണ്ടത്. അവർ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതായ ആലോചനയെ പിന്തുടർന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് എന്ത് ചെയ്യണം? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഇന്ന് രൂപാന്തരം എന്നുള്ള വിഷയത്തെപ്പറ്റി സംസാരിക്കുവാനാകുന്നു ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു മനുഷ്യൻ വെറും ശരീരം മാത്രമല്ല, അവന് മനസ്സുണ്ട്, അവന് ആത്മാവുണ്ട്, ശരീരവുമുണ്ട്. ഇത് മൂന്നും കൂടി ചേർന്നതായ മനുഷ്യന് രൂപാന്തരം ആവശ്യമാകുന്നു. ഇത് 3 അവസ്ഥകളിലും അവന് രൂപാന്തരം ആവശ്യമാണ്. ആത്മാവിൽ രൂപാന്തരം ആവശ്യമാകുന്നു, മനസ്സിൽ രൂപാന്തരം ആവശ്യമാകുന്നു, അതുപോലെ തന്നെ ശരീരത്തിൽ രൂപാന്തരം ആവശ്യമാകുന്നു. ഇതിനെപ്പറ്റി നമുക്ക് അല്പമായി ചിന്തിക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു, പഴയത് കഴിഞ്ഞുപോയി, അവൻ ഒരു പുതിയ സൃഷ്ടി ആയിത്തീരുന്നു. ഇവിടെ പുതിയ സൃഷ്ടിയാണ്. ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ, ക്രിസ്തുവിലാകുക എന്ന് പറഞ്ഞാൽ യേശുവിനെ വിശ്വസിക്കുക, യേശുവിനെ അംഗീകരിക്കുക, യേശുവിലൂടെ ദൈവത്തിൻ്റെ പൈതലായി തീരുക, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ജീവിക്കുന്നതിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കുക, നിത്യജീവനെപ്പറ്റി ഉറപ്പുള്ള വ്യക്തിയായിത്തീരുക. ഇങ്ങനെയുള്ള വ്യക്തിയെപ്പറ്റിയാകുന്നു പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലായി കഴിഞ്ഞു. എന്നാൽ ക്രിസ്തുവിലായിക്കഴിഞ്ഞ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളതായ ഒരു പ്രധാന സംഗതി ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ പുതിയ സൃഷ്ടി ആയി തീർന്നിരിക്കുന്നു. പുതിയ സൃഷ്ടി ആകുമെന്നല്ല, സ്വർഗത്തിൽ ചെന്നതിന് ശേഷം അവനൊരു പുതിയ സൃഷ്ടിയാകുമെന്നല്ല, അവൻ എപ്പോൾ ക്രിസ്തുവിലായിത്തീർന്നോ ആ സമയത്ത് അവൻ ഒരു പുതിയ സൃഷ്ടി ആയിത്തീർന്നിരിക്കുന്നു. ഇത് ശരീരത്തിൽ പുതിയ സൃഷ്ടിയാകുന്നതിനെ പറ്റി അല്ല പറഞ്ഞിരിക്കുന്നത്, മനസ്സിലുമല്ല എന്ന് ഞാൻ പിന്നാലെ വ്യക്തമാക്കാം.
ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ ആത്മാവിൽ ഒരു പുതിയ സൃഷ്ടി ആകുന്നു. ഒരുവൻ ക്രിസ്തുവിലായി കഴിയുമ്പോൾ, ഒരുവൻ യേശുവിനെ വിശ്വസിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ഒന്നും ഉണ്ടാകുന്നില്ല. 5 വിരലുള്ളിടത്ത് 5 വിരൽ തന്നെ കാണും. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ മറ്റെല്ലാ ഫീച്ചേഴ്സും മറ്റെല്ലാ പ്രത്യേകതകളും അതുപോലെ തന്നെ തുടരും. വലിയ സൗന്ദര്യമില്ലാത്ത ആളുകൾ വേഗത്തിൽ സൗന്ദര്യവതികളോ സൗന്ദര്യവാന്മാരോ ആയിത്തീരുന്നില്ല. എന്നാൽ ചില ശരീരത്തിൽ വ്യത്യാസം ഉണ്ടാകും. എങ്ങനെയാണ്? വലിയ മയക്കുമരുന്നിന് അടിമകളായിരിക്കുന്നവർ, അവർക്ക് സ്വന്തം ശ്രമം കൊണ്ട് അതിൽ നിന്നും വിടുതൽ ലഭിക്കുവാൻ സാധിക്കാതെ അവരുടെ ശരീരം തന്നെ അതിന് അടിമകളായി തീർന്നിട്ടുള്ള പലരുമുണ്ട്. എന്നാൽ അവർ പുതിയ സൃഷ്ടികളായി തീരുമ്പോൾ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിയുമ്പോൾ അവർക്ക് ആ മയക്കുമരുന്നിനോടുള്ള താല്പര്യവും അതിലുള്ളതായ ആശ്രയവും കുറയുകയും ചിലപ്പോൾ പൂർണ്ണമായി ഇല്ലാതാകുകയും അവരുടെ ശരീരത്തിന് തന്നെ ആ ഒരു വ്യത്യാസമുണ്ടാകുകയും ചെയ്യുന്നു. അങ്ങനെ ചില സന്ദർഭങ്ങളിൽ ശരീരത്തിൽ വ്യത്യാസമുണ്ടാകും. എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകളെ സംബന്ധിച്ചിടത്തോളം 99.9% ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പുതിയ സൃഷ്ടികളാകുമ്പോൾ ശരീരത്തിൽ വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ എവിടെയാണ് വ്യത്യാസമുണ്ടാകുന്നത്? അവർ ആത്മാവിൽ പുതിയ സൃഷ്ടികൾ ആയിത്തീരുന്നു. അതുവരെയും അവർക്ക് ദൈവത്തോട് താദാത്മ്യം പ്രാപിക്കുന്നതിന്, ദൈവത്തോട് ആശയവിനിമയം ചെയ്യുന്നതിന് സാധിക്കാത്തതായ അനുഭവമായിരുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് അവർ ആത്മാവിൽ മരിച്ചവരായിരുന്നു. എന്നാൽ ക്രിസ്തുയേശുവിൽ അവർ വിശ്വസിച്ച് കഴിയുമ്പോൾ മരിച്ചിരുന്നതായ ആത്മാവിനെ പുതിയ ഒരു ജീവൻ ലഭിക്കുന്നു. ആത്മാവിൽ രൂപാന്തരം പ്രാപിച്ച വ്യക്തികളുടെ സ്വഭാവത്തെപ്പറ്റിയും അവരുടെ ജീവിതത്തെപ്പറ്റി വേദപുസ്തകത്തിൽ അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം എടുത്ത് ഉദ്ധരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ വായിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. പത്രോസ് പുതിയ അനുഭവത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നവരെ പറ്റി, അഥവാ ആത്മാവിൽ രൂപാന്തരം പ്രാപിച്ചവരെ പറ്റി പറഞ്ഞിരിക്കുന്ന സംഗതികൾ ശ്രദ്ധിക്കുക. 1, ദൈവം തൻ്റെ മഹത്വത്താലും വീര്യത്താലും ആകുന്നു അവരെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വിളിയാകുന്നു നാം ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത്. ഈ പുതിയ അനുഭവത്തിലേക്ക്, ഈ രൂപാന്തരം പ്രാപിച്ചതായ സ്ഥിതിയിലേക്ക് കടന്നു വരുന്നത് നമ്മളുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ശ്രമം കൊണ്ടോ അല്ല, പിന്നെയോ ദൈവത്തിൻ്റെ വിളിയാലാകുന്നു. എങ്ങനെയാണ് ദൈവം വിളിച്ചത്? തൻ്റെ മഹത്വത്താലും വീര്യത്താലും അവൻ വിളിച്ചു. ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ സൽഗുണങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിലാകുന്നു ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ചിലരുടെയൊക്കെ വിചാരം അവരുടെ കുടുംബത്തിൻ്റെ മഹത്വം കണ്ടിട്ടാകുന്നു, അവരുടെ നല്ല സ്വഭാവം കണ്ടിട്ടാകുന്നു, അവരുടെ നല്ല നടപ്പ് കണ്ടിട്ടാകുന്നു ദൈവം വിളിച്ചിരിക്കുന്നത് എന്ന്. എന്നാൽ എനിക്ക് ഇന്ന് പറയുവാനുള്ളത്, അനുഭവത്തിലൂടെയും ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലും പറയുവാനുള്ളത്, നമ്മെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ സ്ഥാനം കൊണ്ടല്ല, പിന്നെയോ തൻ്റെ മഹത്വത്താലും തൻ്റെ സൽഗുണത്താലും തൻ്റെ വീര്യത്താലും അവൻ നമ്മെ വിളിച്ചിരിക്കുകയാകുന്നു. ചിലരൊക്കെ പറയും, ഞാൻ ഇതിനൊന്നും യോഗ്യനല്ല, ഞാൻ ഇതൊന്നും അർഹിക്കുന്നില്ല, ഞാൻ വളരെയേറെ കുറ്റം ചെയ്തിട്ടുള്ളവനാണ്, വളരെയേറെ ദോഷം ചെയ്തിട്ടുള്ളവനാണ്, ദൈവത്തെ തള്ളി പറഞ്ഞിട്ടുള്ളവനാണ്, ദൈവത്തിൽ നിന്നും വളരെ അകലെയാണ് ഞാൻ ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള നിങ്ങൾ പറയുന്നതായ ദൈവവുമായിട്ട് യാതൊരു വിധത്തിലും സംസർഗം പുലർത്തുന്നതിന്, ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നതിന് എനിക്ക് യോഗ്യതയില്ല എന്ന്. യോഗ്യതയില്ലാത്തവരെ യോഗ്യരാക്കി തീർക്കുന്നത് ദൈവമാകുന്നു. നമ്മുടെ
നമ്മുടെ യോഗ്യത നോക്കിയിട്ടായിരുന്നെങ്കിൽ നമുക്ക് ആർക്കും ദൈവസന്നിധിയിൽ നിൽക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ നമ്മുടെ യോഗ്യത നോക്കാതെ തൻ്റെ മഹത്വത്താലും തൻ്റെ നല്ല സ്വഭാവത്തിൻ്റെ വെളിച്ചത്തിലും ദൈവം വിളിച്ചിരിക്കുകയാകുന്നു. ഇന്ന് നിങ്ങളുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ വിളി കേൾക്കുന്നുവെങ്കിൽ ഇനിയും മറുതലിക്കുന്നത് നിർത്തിയിട്ട്, ഇനിയും ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് ഈ ദൈവത്തിൻ്റെ വിളിയെ നിരാകരിക്കുന്നത് നിർത്തിയിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക. എൻ്റെ ദൈവമേ, അങ്ങയുടെ വിളിയുടെ മുമ്പിൽ അങ്ങയുടെ ആത്മാവ് എൻ്റെ ആത്മാവോട് ഇടപെടുന്നതിൻ്റെ വെളിച്ചത്തിൽ ഞാനിതാ എന്നെ തന്നെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നുവെന്നുള്ള സമർപ്പണത്തോടുകൂടി, താഴ്മയോടുകൂടി, വിനയത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക. നിങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിവുണ്ട്. ദൈവത്തിന് പ്രസാദം തോന്നിയിരിക്കുന്നു. നാം അതിനു വേണ്ടി ഒരുങ്ങി സമർപ്പിച്ചാൽ മതി. അതിന് അടുത്തതായിട്ട് നാം കാണുന്നത് അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നു. എൻ്റെ ഈ ലോക ജീവിതത്തിൽ ചിലർ പറയും, എനിക്ക് നിങ്ങൾ പറയുന്നത് പോലെ ദൈവപൈതലായി തീരുവാൻ ആഗ്രഹമുണ്ട്. ചിലർ പറയും, എനിക്കതിനു വേണ്ടിയുള്ള താല്പര്യമൊക്കെ ഉണ്ട്, എന്നാൽ എനിക്കതിനുള്ള കഴിവില്ല. ചിലർ പറയും, ഞാൻ ഏറ്റു പറഞ്ഞാൽ പിന്നെ എന്നും അതനുസരിച്ച് ജീവിക്കണം, അതിനുള്ള കെൽപ്പ്, അതിനുള്ളതായ മനക്കരുത്ത്, അതിനുള്ളതായ ശക്തി, വിൽ പവർ എനിക്കില്ല എന്ന്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവം ഒരുവനെ പുതിയ സൃഷ്ടിയാക്കി തീർക്കുമ്പോൾ അവൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കുന്നതിന് തന്നെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? അവൻ്റെ ദിവ്യശക്തി, നമ്മുടെ ശക്തിയല്ല, നമ്മുടെ കഴിവല്ല, ദൈവത്തിൻ്റെ ദിവ്യശക്തി നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നു. എനിക്ക് അനുഭവത്തിലൂടെ ഞാനത് പറയുകയാണ്. എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് എനിക്ക് ദൈവത്തിന് പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയില്ല, ജീവിക്കുവാൻ സാധിക്കുകയില്ല, ഭക്തിയുള്ളവനെന്ന് എനിക്ക് നടിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ ദൈവം തൻ്റെ ശക്തി മൂലം ദൈവത്തോടുള്ള ഭക്തി, ഗോഡ്ലിനെസ് എന്ന് പറഞ്ഞാൽ ദൈവിക സ്വഭാവം നമ്മളിൽ ഒരു പരിധിവരെയെങ്കിലും കാണത്തക്ക രീതിയിൽ അവൻ തൻ്റെ ഭക്തിയെ നമുക്ക് നൽകിയിരിക്കുന്നു. എങ്ങനെ? തൻ്റെ ദിവ്യശക്തി കൊണ്ട്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് അവയാൽ, ഏതിനാൽ? ദൈവത്തിൻ്റെ മഹത്വത്താലും വീര്യത്താലും നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ വിലയേറിയതാകുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അതിമഹത്വ ഉള്ളതാണ്. ആ മഹത്വമുള്ളതായ, ആ വലിയതായ, വിലയേറിയതായ വാഗ്ദത്തങ്ങളെ നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലല്ല, അത് പ്രാപിച്ചെടുക്കുവാനുള്ള നമ്മുടെ കൽപ്പിൻ്റെ അടിസ്ഥാനത്തിലല്ല, അവൻ്റെ മഹത്വത്താലും വീര്യത്താലും അവനത് നമുക്ക് നൽകിയിരിക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ മഹത്വകരമായ വാഗ്ദത്തങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൻ്റെ പന്ഥാവിൽ ക്ഷീണിച്ചു പോകുന്ന അനുഭവങ്ങളിൽ മുമ്പോട്ട് പോകാൻ കൽപ്പില്ല എന്ന് തോന്നുന്നതായ സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ വ്യക്തിത്വത്തിൽ മുറുകെ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഒരു പുതിയ സൃഷ്ടി എന്നുള്ള നിലയിൽ സന്തോഷത്തോടുകൂടി നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങുക. പിന്നെ പറയുന്നത്, ഇവയാൽ, അവൻ്റെ വാഗ്ദത്തങ്ങളാൽ നിങ്ങൾ ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞു. ലോകത്തിൻ്റെ മോഹം നമ്മെ നാശത്തിലേക്ക് നയിക്കുന്നതാകുന്നു. ആ മോഹത്തെ വിട്ടൊഴിയുവാൻ നമുക്ക് സ്വന്തമായി കഴിയുകയില്ല. സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ചിന്തയെന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ മോഹങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാകുന്നു. എന്നാൽ അവൻ്റെ വാഗ്ദത്തങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ലോകത്തിൻ്റെ മോഹങ്ങൾ വിലയില്ലാത്തതായി നാം കാണുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ നിറയ്ക്കുമെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവത്തിൻ്റെ വ്യക്തിത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അങ്ങനെയുള്ള വാഗ്ദത്തങ്ങളുമായി ലോകത്തിൻ്റെ മോഹങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ ഈ വാഗ്ദത്തങ്ങൾ എത്ര വിലയേറിയതാകുന്നു, എത്ര മഹത്വകരമാകുന്നു എന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടുന്നു.